പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ കുഞ്ഞുങ്ങളെയും, അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവമേ അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധാർഹമായ ഒരു തിരുവചനം കേൾക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വചനം സഖറിയായുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവാക്യം. അതിപ്രകാരമാണ്: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ നിന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, ദൈവ പരിപാലനയിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നോളം എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ സഭാ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നത്. നമുക്കുണ്ടായിട്ടുള്ള വിജയപരാജയങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, രോഗങ്ങൾ, തെറ്റിദ്ധാരണകൾ, പരിഹാസങ്ങൾ, നിന്ദനങ്ങൾ, പീഡനകൾ എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയിലാണ് സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നതെന്ന് ഏറ്റു പറയുന്നവർ ഭാഗ്യവാന്മാരാണ്. ഒരു പക്ഷേ നമ്മുടെ മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതുപോലെ സാഹചര്യങ്ങൾ ഇതുവരെയും അനുകൂലമായിരുന്നു. ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്നു. ഇന്നലെ വരെ എൻ്റെ വരുമാന മാർഗത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇന്നിതാ എൻ്റെ വരുമാന മാർഗങ്ങളെല്ലാം ഇത് അടഞ്ഞിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാതിരുന്നിടത്ത് 100 പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകം മക്കൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് കാവൽ നിൽക്കുന്നുണ്ട്. വചനം പറയുന്നു: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ എൻ്റെ ജീവിതത്തിന് ചുറ്റും, എൻ്റെ കുടുംബത്തിന് ചുറ്റും, എൻ്റെ സ്ഥാപനത്തിന് ചുറ്റും, എൻ്റെ നിയോഗങ്ങൾക്ക് ചുറ്റും കർത്താവ് പാളയമടിച്ച് കാവൽ നിൽക്കുകയാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. എന്തുമാത്രം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നുവോ അതിനനുഗുണമായിട്ടാണ് ജീവിതത്തിൽ ആശയും പ്രത്യാശയും, ജീവിതത്തിൽ വിജയവും കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തുവിനെ നാം അറിഞ്ഞു, ക്രിസ്തുവിനെ നാം അനുകരിച്ചു, ക്രിസ്തുവിനെ നാം അനുഗമിച്ചു, ക്രിസ്തുവിന് സാക്ഷ്യം നൽകി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നത്. നിന്നെ കുടുംബത്തിന്റെ പ്രകാശമായി തിരഞ്ഞെടുത്തത്, ഒരു പുളിമാവ് പോലെ നിന്റെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ നിനക്ക് ശക്തി തന്നത്,
നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ശക്തിയാണെന്ന് നീ അത് അറിയുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. വചനം പറയുന്നില്ലേ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവാക്യത്തിൽ നമ്മോട് അനുസ്മരിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജെറുസലേം വചന കൂടാരത്തിലേക്ക് റോസിലി എന്ന് പറയുന്ന ഒരു അമ്മച്ചി വരികയുണ്ടായി. ഇങ്ങനെ ധാരാളം ആളുകളെ കണ്ടിങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്മ കണ്ണുനീരോടെ പറയുകയാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പണവുമില്ല. പലരുടെ സഹായത്തോടെ ഈ ദിവസങ്ങളിൽ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു. കിഡ്നിയിൽ കല്ലാണ്, അത് വളരെ വലിയ കല്ലാണ്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കും. ഈ വചനം ഉച്ചരിച്ചുകൊണ്ട് അമ്മയുടെ ശിരസിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒരു കൊച്ചു പ്രാർത്ഥന അമ്മയ്ക്ക് നൽകി. അതിപ്രകാരമാണ്, യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ഒരിക്കൽ കൂടി, യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ എന്ന്. ഈ പ്രാർത്ഥന എത്ര പ്രാവശ്യം ചെല്ലാൻ സാധിക്കുമോ അത്തരം പ്രാവശ്യം ചെല്ലാനായിട്ട് അമ്മ പറഞ്ഞു, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെല്ലാച്ചു. മാതാവിനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അമ്മച്ചി വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ട് കൂടുതലായ ചികിത്സയോ മറ്റു വേണമെങ്കിൽ നമുക്ക് പോകാം. അമ്മ ഈ വചനം പറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നീരോടെ എൻ്റെ പക്കന്ന് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ ദിവസം, 3-ാം ദിവസം കഴിഞ്ഞു, 4-ാമത്തെ ദിവസം ഈ അമ്മച്ചി യൂറിൻ ഒഴിക്കുന്ന സമയത്ത് കിഡ്നിയിലുണ്ടായിരുന്ന കല്ല് 2 തെറിച്ചു പോയി. പിന്നത്തെ വെള്ളിയാഴ്ച ജെറുസലേം വചന കൂടാരത്തിൽ വന്ന് സാക്ഷ്യം നൽകിയപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുകയാണ്. അമ്മയുടെ ഭയം വിട്ടുപോയി, മുഖത്തുണ്ടായിരുന്ന ആ ശോകമായ ഭാവങ്ങൾ വിട്ടുപോയി. ആ മുഖത്തുണ്ടായിരുന്ന ആശയും പ്രത്യാശയും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവിക നിയന്ത്രണത്തിലാണ് ഒരു വ്യക്തിക്ക് എല്ലാം സംഭവിക്കുന്നത്. ഈ ദൈവിക നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നത് എന്ന് നീ വിശ്വസിച്ചാൽ, എൻ്റെ നന്മയ്ക്കായി എല്ലാം സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ അവരിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആരെങ്കിലും ദൈവിക നിയന്ത്രണം വിട്ടുപോയാൽ എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അധീനർ അധികാരികൾക്ക് വിധേയപ്പെടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുസഭയുടെ കൽപ്പനകൾക്ക് അനുസരണമായി ജീവിതം നയിക്കാതിരിക്കുമ്പോൾ, നിയന്ത്രണം വിട്ടുപോകുമ്പോൾ അപകടങ്ങൾ, ദുരന്തങ്ങൾ സുനിശ്ചയമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരമ്മച്ചിയും അപ്പച്ചനും കുടുംബം മുഴുവൻ ഒന്ന് കരഞ്ഞത്. ഇപ്രകാരമാണ് എന്നോട് പറഞ്ഞത്. അവന് മോട്ടോർ സൈക്കിൾ ഭയങ്കര ഹരമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, മോനെ വണ്ടി എടുത്ത് നീ പോണ്ടറ, പരീക്ഷ നാള്, പരീക്ഷയുടെ അവസരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അവന് ആയം അടുത്തു. മാതാപിതാക്കന്മാരുടെ കണ്ണു വെട്ടിച്ച് അവൻ മോട്ടോർ സൈക്കിളിലെടുത്ത് നിരത്തിലേക്ക് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, എതിരെ വരുന്ന ഒരു വലിയ വാഹനത്തിൽ തട്ടി
ഓൺ ദി സ്പോട്ടിൽ മരിക്കാൻ. 2 വർഷങ്ങൾക്കപ്പുറത്ത് യെരൂശലേം വചന കൂടാരത്തിൽ ധ്യാനിക്കാൻ കടന്നു വന്ന 2 കുട്ടികൾ അതിരമ്പള്ളിയിലേക്ക് വിനോദയാത്രയ്ക്ക് കുടുംബാംഗങ്ങളുടെ ഒപ്പം പോയതാണ്. 28 പേർ അതിനകത്തുണ്ടായിരുന്നു. മാതാപിതാക്കന്മാർ മറ്റുള്ളവരൊക്കെ കളിയും ഭക്ഷണവും കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്ന് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ 2 കുട്ടികളെ കാണാനില്ല. അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഏരിയയിൽ അവരുടെ ചെരുപ്പിളിരിക്കുന്നത് കണ്ടു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപകട മേഖല, നിയന്ത്രണ മേഖല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അപകട മേഖലയെ ഗൗനിക്കാതെ ശ്രദ്ധിക്കാതെ അവർ എടുത്തു ചാടി 2 പേർക്കും ഉയർന്നു വരാൻ സാധിച്ചില്ല. 2 വർഷങ്ങൾ അടുത്താണ് അതിൻ്റെ ശുശ്രൂഷകൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടായത്. ഒരു കാര്യം പറയുകയാണ്, നിയന്ത്രണം വിട്ടുപോയാൽ, ദൈവിക നിയന്ത്രണം വിട്ടുപോയാൽ, മാനുഷിക നിയന്ത്രണങ്ങൾ വിട്ടുപോയാൽ തീർച്ചയാണ് ദുരന്തങ്ങൾ അതിൻ്റെ പിറകിൽ മറഞ്ഞിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും ദൈവ പരിപാലനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നതിനേക്കാൾ ഉപരി ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ഒരു ആത്മീയമായ വളർച്ചയിലേക്ക് വരുമ്പോഴാണ് ദൈവിക നിയന്ത്രണത്തിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. 1 യോഹന്നാൻ 3:1 നാം വായിക്കുന്നു, കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചത്. ദൈവ മക്കളാണ് നാം അപ്രകാരം തന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ മകനും മകളും എന്നുള്ള ഈ അവസ്ഥയിലേക്ക് ഉയരുന്നതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നാം ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ വരുന്നില്ല എന്നൊക്കെ വരുമ്പോൾ നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് വിധേയപ്പെട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ധാരാളം കുടുംബങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ അച്ഛന്മാരെ കാണുവാനായിട്ട് ഇവിടെ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഭർത്താവിൻ്റെ മദ്യപാനം മൂലമായി കുടുംബവും മക്കളും മുഴുവൻ കണ്ണീരിലാണ്. ചിലപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം ദൈവം മാറ്റി കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഭർത്താവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സഹായിക്കാനും സ്നേഹിക്കാനുള്ള കൃപ കൊടുത്തുകൊണ്ടാണ് ആ കുടുംബത്തെ രക്ഷിക്കുന്നത്. ചില അവസരങ്ങളിൽ മദ്യപാനത്തിൽ മുഴുകി, മയക്കുമരുന്നിൽ മുഴുകി ജീവിക്കുന്ന ചില കുടുംബങ്ങൾ വന്ന് കരയാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ദൈവം അറിയാതെ നമ്മിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് ഒരു പ്രത്യേകമായ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കൊക്കെ നമ്മെക്കുറിച്ച് അഭിപ്രായങ്ങളേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് മാത്രമേ പദ്ധതിയുള്ളൂ. ആ പദ്ധതി നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് നീ വിശ്വസിക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരി. ചിലപ്പോൾ മാതാപിതാക്കൾ വന്ന് മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി, ഉയർന്നമായ വിജയ ശതമാനം കിട്ടാൻ വേണ്ടി മക്കളെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ മാർക്ക് കുറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ പക്കലേക്ക് വളർന്നു വന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നല്ല വീടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നു. പക്ഷെ ദാരിദ്ര്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി കടക്കണിയിൽപ്പെട്ട് വരുമാന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി കരഞ്ഞു വന്ന് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചില്ല എങ്കിലും ദൈവിക ജ്ഞാനം കിട്ടി ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന നൂറുകണക്കിന് മക്കളുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അവരോടെല്ലാവരോടുമായിട്ട് ഇപ്പോൾ ഈ ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്
മനസ്സ് തകർന്ന് ജീവിതം തകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. വചനം നമ്മൾ ഏറ്റുപറയണം പ്രിയപ്പെട്ടവരെ. വചനം നമ്മൾ വിശ്വസിക്കണം. ആ വചനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ദൈവം അനന്തമായ നന്മകൾ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകും. സങ്കീർത്തനം 34 സങ്കീർത്തനം 7 തിരുവാക്യം പലരും കേട്ട് പരിചയമുള്ളതാണ്. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ കാത്തു രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ കാത്ത് സംരക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര, എത്രയോ അപകടങ്ങളിൽ നിന്ന് ദൈവം കാത്തു രക്ഷിച്ചത്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ സ്നേഹത്തിന്റെ സ്വാന്തനമായി കടന്നു വന്നവര് അവരൊക്കെ ഈ സമൂഹത്തിലിരുന്ന് കർത്താവിന്റെ വചനം ശ്രവിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ കാത്തു സംരക്ഷിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ പരിഹാസങ്ങളിൽ, നമ്മുടെ നിന്ദനങ്ങളിൽ നാം തനിച്ചാകുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ച എത്രയോ സന്ദർഭങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ധ്യാനിച്ചു നോക്കൂ. ദൈവം നമ്മിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ, അത്ഭുതാവഹമായ കാര്യങ്ങൾ ഒന്ന് ധ്യാനിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവദൂതന്മാർ ഓരോ കുഞ്ഞിന് ചുറ്റും, ഓരോ ബാലികാബാലന്മാർക്ക് ചുറ്റും, ഓരോ വൈദികർക്ക് ചുറ്റും, ഓരോ ശുശ്രൂഷകൾക്ക് ചുറ്റും പാളയമടിച്ച് കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി കേട്ട? ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇംഗിതം ആ മകനിലൂടെ, ആ മകളിലൂടെ, ആ കുടുംബത്തിലൂടെ, ആ ശുശ്രൂഷയിലൂടെ ദൈവിക പദ്ധതി പൂർണ്ണയാൻ വേണ്ടിയിട്ട്. തിരുസഭ ചരിത്രത്തിൽ വിശുദ്ധയായിരിക്കുന്ന മരിയാഗോരത്തിയെ നമുക്കറിയാം. അവൾ സുന്ദരിയും ദൈവഭക്തിയുമായിരുന്നു. അവളുടെ മാതാപിതാക്കന്മാർ ദൂരങ്ങളിലേക്ക് ജോലിക്ക് പോയ തക്ക നോക്കി ഈ മകളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാമവെറി പൂണ്ടുകൊണ്ട് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് കടന്നു വന്നത്. പലതും പറഞ്ഞു നോക്കി. അവൾ കീഴ്വഴങ്ങാതിരുന്നപ്പോൾ മടിയിൽ മറച്ചു വെച്ചിരുന്ന കടാരം എടുത്തുകൊണ്ട് അവളെ കുത്തി, 1 2 14 കുത്തുകളേറ്റ്. അപ്പോഴും മരിയാഗോരത്തി വിളിച്ചു പറഞ്ഞു, അലക്സാണ്ടർ, പാപത്തേക്കാൾ മരണം. നാളെ യേശുവിന്റെ തിരുരക്തത്തിന്റെ തിരുനാളല്ലേ? എന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിരിക്കുന്ന രക്തം അവിടുത്തെ തിരുരക്തവുമായി അലിഞ്ഞു ചേരട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നുകൊണ്ടാണ്, ദൈവിക നിയന്ത്രണത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ്, ദൈവപരിപാലന എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ആ പാവം പെൺകുട്ടിക്ക് ഇപ്രകാരം ഏറ്റുപറയാൻ കഴിഞ്ഞത്. ഇന്ന് ആ കൊച്ചു, അവൾ ജനിച്ചു വളർന്ന നെത്തൂണ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം ലോകം മുഴുവൻ അറിയപ്പെടാനിടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ ശരീരത്തിന് ചുറ്റും കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങ് അവനും അവന്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അവിടുന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സംരക്ഷണം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ അധ്വാനങ്ങളെല്ലാം ഫലമണിയുന്നത്. മനുഷ്യകരങ്ങളിൽ ആശ്രയിക്കാതെ ദൈവകരങ്ങളിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവരാജ്യ വിസ്തൃതി നിന്നിലൂടെ
എന്നിലൂടെ നമ്മിൽ എല്ലാവരിലൂടെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോ സാഹചര്യങ്ങളും നമുക്ക് സൃഷ്ടിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ ദൗത്യം എന്നിലൂടെ പൂർത്തിയാകണം. ദൈവത്തിൻ്റെ പദ്ധതി എന്നിലൂടെ പൂർത്തിയാകണം. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ച് നീ മുന്നോട്ട് നീങ്ങണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ഈശോയുടെ ആഗ്രഹം. നമ്മൾ കാണുന്നില്ലേ, ഓരോ വിശദമായ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയ സത്യം ഇതാണ്: യേശു പറയുന്നിടത്ത് പോകാൻ, യേശു പറയുന്നത് ചെയ്യാൻ, യേശു പറയുന്നത് കൊടുക്കാൻ, ഇഷ്ടമില്ലെങ്കിലും ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിച്ച എത്രയോ വിശുദ്ധന്മാരാണ് തിരുസഭ ചരിത്രത്തിലുള്ളത്. ആവശ്യപ്പെടുന്ന മുഴുവൻ നൽകുവാൻ തക്കവണ്ണത്തിൽ ദൈവം അവരെ സജ്ജമാക്കുകയാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഓരോ വിശുദ്ധന്മാരും, ഓരോ വിശുദ്ധകളും, ഓരോ വിശുദ്ധമായ കുടുംബവും രൂപപ്പെടുന്നത്, വളരുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഏർപ്പെട്ട ഓരോ വ്യക്തിയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവപരിപാലനയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ജാതി മതഭേദമെന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാം, അവർ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും ക്ഷമിക്കാൻ അവർ മുന്നോട്ടിറങ്ങി. കാരണം അവിടുത്തെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയിലാണ് എന്ന് അവർ വിശ്വസിക്കുക. എല്ലാവരെയും സ്നേഹിക്കാനാകട്ടെ. നമ്മളെ വളരെയധികം കഷ്ടപ്പെടുന്നവരെയാണെങ്കിലും ഞെരുക്കുന്നവരെയാണെങ്കിലും അവരെ സ്നേഹിക്കാൻ, അവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ധാരാളം മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നവരാണ്. വീണ്ടും നമ്മെ വേദനിപ്പിച്ചവരെ നോക്കാതെ ആ വേദന അനുവദിച്ചു തന്ന ദൈവത്തിലേക്ക് ദൃഷ്ടിയും വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും സ്നേഹിക്കാൻ, എല്ലാവരും ക്ഷമിക്കാൻ അവർക്ക് കൃപ കിട്ടുന്നത്. എന്നെ വേദനിപ്പിച്ച വ്യക്തിയിലേക്കല്ല ഞാൻ നോക്കുന്നത്, പിന്നെയോ വേദന തന്ന, രോഗം തന്ന, സങ്കടം തന്ന ആ ഉടയവനിലേക്ക് ദൃഷ്ടി ഉയർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നത് ദൈവിക നിയന്ത്രണത്തിൽ കഴിയുന്നതുകൊണ്ടാണ്. ദൈവിക സംരക്ഷണത്തിൽ കഴിയുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പാപസുഖത്തേക്കാൾ ഉപരിയായി പുണ്യത്തിൻ്റെ നൊമ്പരങ്ങൾ അവർ ഏറ്റെടുക്കാം. ഇപ്പോൾ ഒരു നന്മ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യൻ സ്വാഭാവികമായിട്ടും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവനാണ്. തിന്മ ചെയ്യാനാണ് മനുഷ്യൻ്റെ പ്രവണത. എന്നാൽ പാപം തരുന്ന സുഖത്തേക്കാൾ ഉപരിയായി പുണ്യത്തിൻ്റെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കണമെങ്കിൽ ദൈവിക നിയന്ത്രണത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ജഡമോഹങ്ങൾ മാടി വിളിക്കുമ്പോൾ, സാഹചര്യങ്ങൾ മുഴുവൻ ദൈവത്തിനെതിരായി നിലകൊള്ളാൻ നിന്നെ മാടി വിളിക്കുമ്പോൾ ദൈവിക നിയന്ത്രണത്തിൽ വ്യാപരിക്കാൻ സാധിക്കണമെങ്കിൽ പാപത്തേക്കാൾ ഉപരിയായി പുണ്യത്തിൻ്റെ നൊമ്പരത്തിൽ സുഖമുണ്ട് എന്ന് തിരിച്ചറിയണം. അതാർക്കാ സാധിക്കുക? ദൈവപരിപാലനയിൽ വിശ്വസിക്കുന്നവർക്കും ദൈവിക നിയന്ത്രണത്തിൽ കഴിയുന്നവർക്കുമാണ്. നാലാമത്തെ മറ്റൊരു പ്രത്യേകത, അവർ എപ്പോഴും വിധേയപ്പെട്ട് ജീവിക്കും. ഒരു കുഞ്ഞാണെങ്കിൽ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട്, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അധ്യാപകർക്ക് വിധേയപ്പെട്ട്, ഒരു തൊഴിലാളിയാണെങ്കിൽ അതിൻ്റെ മുതലാളിക്ക്. വിധേയത്വം ദൈവ നിയന്ത്രണത്തിൻ്റെ വലിയ ഒരു അംശമാണ്. മാതാവ് പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി നിറവേറട്ടെ. ഒരു പൂർണ്ണമായ ഒരു സമർപ്പണമാണ് അവിടെ കാണുന്നത്. എവിടെ സമർപ്പണമുണ്ടോ, എവിടെ വിധേയത്വമുണ്ടോ, എവിടെ അനുസരണമുണ്ടോ, അവിടെ അത്ഭുതങ്ങൾ നടക്കും. ബൈബിളിലേക്ക് കണ്ണോടിച്ചാൽ അബ്രാഹത്തിന്റെ ജീവിതത്തിലും നോഹയുടെ ജീവിതത്തിലും എല്ലാ കഥാപാത്രങ്ങളും സംഭവിക്കുന്നത് വിധേയത്വത്തോടുകൂടെ മുന്നോട്ട് നീങ്ങിയ എല്ലാ ജീവിതങ്ങളിലും അനുഗ്രഹം, പ്രശസ്തി, വിജയം കാണുന്നുണ്ട്. എവിടെ
വിധേയത്വമില്ലാതെ, അനുസരണമില്ലാതെ, നിയന്ത്രണമില്ലാതെ കടന്നു നീങ്ങിയിട്ടുണ്ടോ, അവിടെ മുഴുവൻ ദുരന്തങ്ങളും പരാജയങ്ങളും പ്രതിസന്ധികളുമാണ് നാം കണ്ടുമുട്ടുന്നത്. അപ്പോൾ ദൈവിക നിയന്ത്രണത്തിൽ അകപ്പെട്ടവർ എല്ലാവർക്കും തിന്മയൊഴുകി ബാക്കി എല്ലാറ്റിലും വിധേയപ്പെട്ട് ജീവിക്കുന്നത് അവിടെ മുഖമുദ്രയാണ്. അഞ്ചാമതായി, അവരുടെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ദൈവമേ നിന്റെ തിരുവുള്ള നിറവേറട്ടെ എന്ന് പറയുന്നവരാണ്. എത്ര വലിയ കഷ്ടപ്പാടുണ്ടായാലും, എത്ര വലിയ നഷ്ടങ്ങളുണ്ടായാലും ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുകയാണ്. ജോബിന്റെ ചരിത്രം നമുക്കറിയാം. സർവസമ്പന്നനായിരുന്നു. ആ നാട്ടിലെ ഊസ് രാജ്യത്തിലെ പ്രശസ്തനായിരിക്കുന്ന ഒരു വലിയ സമ്പന്നനായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. മക്കൾ നഷ്ടപ്പെട്ടു പോയി, കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോയി, അവർ രോഗിയായി, ശരീരം മുഴുവൻ വ്രണമായി തീർന്നു. അപ്പോഴും ജോബ് പറയുന്ന വാക്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം: കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവീക നിയന്ത്രണത്തിൽ, ദൈവിക പരിപാലനയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ഏറ്റുപറയാൻ സാധിക്കുക. അവസാനമായി, തോറ്റുകൊടുക്കാൻ, പരാജയപ്പെടാൻ തയ്യാറാണെന്ന്. കാരണം ഓരോ തോൽവിയുടെയും പിറകിൽ ഒരു വിജയം മറഞ്ഞിരിപ്പുണ്ടെന്ന് അവനറിയാം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ, വേദനിപ്പിച്ചവരെ പോലും സ്നേഹിക്കാൻ, പാപത്തേക്കാൾ ഉപരിയായി പുണ്യത്തെ സ്നേഹിക്കാൻ, വിധേയപ്പെട്ട് ജീവിക്കാൻ, എല്ലാ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, തോറ്റുകൊടുക്കാൻ അവർ തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതം ധന്യമായി തീരുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നാം ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് ദൈവം അനുവദിക്കുന്ന പോലെ നടക്കാൻ വിട്ടുകൊടുക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന പോലെയല്ല, ദൈവം അനുവദിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. വചനം പഠിപ്പിക്കുന്നില്ലേ? വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. സാഹചര്യങ്ങളെ പഴിക്കാതെ, വ്യക്തികളെ പഴിക്കാതെ, ദൈവം തന്നിരിക്കുന്ന ആത്മീയ ശക്തിയോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകും. ദൈവിക ജ്ഞാനം നമ്മിലേക്ക് കടന്നു വരും. വചനം ഓർമ്മപ്പെടുത്തി തരുന്നു: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും കർത്താവ് പാളയമടിച്ച് കാവൽ നിൽക്കുകയാണ്. ഒരു മർദ്ദകനും നിന്റെ ഭവനത്തിലേക്കോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പാപത്തിന്റെ സുഖങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കുവാൻ കർത്താവിൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കും. കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തെ നമുക്ക് വ്യാപരിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് കഴിയാം. നമ്മുടെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നമ്മുടെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതം നൽകുന്ന ആ കർത്താവിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ എൻ്റെ ആത്മാവിനും എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സ്ഥാപനത്തിനും കാവൽ ഏർപ്പെടുത്തിയ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ ദൃഷ്ടി എന്നിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് ഒരു നാളും പിൻവലിക്കരുത്.